ഓഹ്, ഈ ഒടുക്കത്തെ ജ്യൂസ് കടയിൽ കിടന്നേ കറുത്തു പോകുന്ന എന്റെ പേടി. ഒരു വലിയ ഐശ്വര്യ മാങ്ക വന്നേക്കുന്നു. ഈ ചൂടത്ത് തന്നെ ആർക്കും വേണ്ട. താൻ ഇവിടെ ഇരുന്നിട്ടേ കരിഞ്ഞു പോത്തേ ഉള്ളൂ. രാജാവായതുകൊണ്ട് എനിക്ക് വലിയ പ്രശ്നമില്ല. ഓംബ്ര, പക്ഷെ തന്റെ ജ്യൂസേ ആർക്കും വേണ്ട. താൻ എല്ലായിടത്തും ഇങ്ങനെ കൊലച്ച് കിടക്കൂല്ലേ. അണ്ണാ എന്നെ പ്രശ്നമൊക്കെ ഇടപെടണ. അതിന് നീ ഏതാടെ എടുക്ക മാങ്ങയുടെ പൊടി കലക്കിയ വെള്ളമേ അതിന് ഡയലോഗൊന്നും അടിക്കണ്ടേ. നിന്നോട് ആരാ ഇങ്ങോട്ട് എഴുന്നള്ളാൻ പറഞ്ഞത്? തൊലി ഞാനങ്ങ് കമ്പനിയിൽ എത്തിക്കുമായിരുന്നല്ലോ. ദൈവം ഏതൊന്ന് പോയിത്താ. അളിയാ, നമ്മളങ്ങോട്ട് പോഞ്ഞ നന്നായിട്ടോ. ഞാനാണെ ആ ഫ്രഷ് ലൈമിനെ സപ്പോർട്ട് ചെയ്ത് എന്തേലും ഒന്ന് പറയാന്ന് വിചാരിച്ചാ. ഇനി ഏതായാലും വേണ്ട. അല്ലേലും നമ്മളങ്ങോട്ട് പോവാതിരിക്കുന്നതാണ് നല്ലത്. അതന്നെ, അവന്മാരെയൊക്കെ ഉണ്ടല്ലോ കുത്തി വെച്ചാ പഴിപ്പിക്കുന്നത്. നമ്മളതുപോലാണോ? നമ്മളൊക്കെ നല്ല തറവാട്ടി പിറന്ന കെമിക്കൽ വെച്ചാ ഉണ്ടാക്കുന്നത്. അതെ അതെ. ആഹാ, നിങ്ങൾക്കൊന്നും ഓട്ടം ഇല്ലല്ലേ? എനിക്കാണെങ്കിൽ ഇരിക്കാൻ നേരമില്ല. ഒരു ഫ്രഷ് ലൈം വരുന്നു. ഓ, അവന്റെ ഒരു ജാട. ഇനി മുതലാളി വന്നു കഴിഞ്ഞാൽ നമ്മളെ കൊല്ലുമല്ലോ. കാര്യം എന്തൊക്കെ പറഞ്ഞാലും കുടിച്ച എന്റെ അത്ര എനർജി വരുന്ന വേറൊരു ജ്യൂസ് ഇവിടെ ഇല്ല. അതെന്നാ, താൻ ബൂസ്റ്റ് ആണോ കലക്കി കൊടുക്കുന്നത്? അവന് എന്റെ അത്രയും വിറ്റാമിൻ ഉണ്ടോ നിനക്ക്? പിന്നെ വെളുക്കുകയും ചെയ്യും. ഓ, എന്തായാലും എന്റെ അത്രയും ഗുണമൊന്നും ഇവിടെ ആർക്കും ഇല്ല. തന്നോടൊരു കാര്യം ചോദിക്കണമെന്ന് ഞാൻ കുറെ നാളായിട്ട് വിചാരിക്കുന്നു. എന്തോന്നു? തന്റെ പേരെന്താ? അവക്കാഡോ. ഏതവക്ക്? എടോ, അവക്കാഡോന്ന്. അതാ ചോദിച്ച എവക്കാന്ന്. എടോ, എന്റെ പേരാണ് പറഞ്ഞത്, അവക്കാഡോ. അയ്യേ, എന്തൊരു ദുരന്തം പേരാടോ ഇത്. എന്തായാലും പഴത്തിനേക്കാൾ കൊള്ളാം. മക്കളെ, കാര്യം എന്തൊക്കെ പറഞ്ഞാലും ചൂടായി കഴിഞ്ഞാ അങ്ങേര് തന്നെ സ്റ്റാർ. മക്കളെ, നിങ്ങളെ ആർക്കും വേണ്ടല്ലേ. പക്ഷെ എന്റെ കാര്യം അങ്ങനല്ല. തീരുമ്പോ ലോഡ് കണക്കിനാ ഇറക്കുന്നത്. പക്ഷെ കുരുതുപ്പി കളയാൻ 3 മണിക്കൂർ വേണം. ഞാൻ ജ്യൂസിന്റെ കാര്യമാണ് പറഞ്ഞത്. എല്ലാം കണക്കാ. ഓ, അങ്ങ് കാശ്മീരിന്ന് വന്നിട്ടും വിറ്റുപോകാത്തന്റെ ഒരു അരിശം ഉണ്ടല്ലേ. ആദ്യം ഇയാള് ബലയെന്ന് പറയും. എനിക്ക് നിന്റെ അത്രയും ചീപ്പാവേണ്ട ആവശ്യമില്ല. മക്കളെ, മുതലാളി വരുന്നുണ്ടോ? എങ്ങനെയുണ്ട് കളക്ഷനൊക്കെ? പതിവ് പോലെ എന്റെ പെർഫോമൻസ് ഗംഭീരമായിരുന്നു. എന്റെ ഗുഡ്. നാളെ മുതൽ നിങ്ങൾക്കെല്ലാം പണി കൂടും. ഒരു 60 ഡിഗ്രിയെങ്കിലും കത്തിക്കാനാ എന്റെ പ്ലാൻ. ഇങ്ങനെ കത്തിച്ചാ വാങ്ങിച്ചു കുടിക്കാൻ മനുഷ്യന്മാരൂടെ വേണ്ടേ? എന്ന് വെച്ച് എന്റെ ചൂട് കുറയ്ക്കാനും. ആളുകൾ ചൂട് കൊണ്ട് പുഴുങ്ങി തുണിയും കോണാനും ഇല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണം. അപ്പൊ അവന്മാര് ചൂട് കുറയ്ക്കാൻ വേണ്ടി കുളിക്കാൻ കയറും. അപ്പൊ ആ ടാങ്കിലെ വെള്ളം ഉണ്ടല്ലോ, അത് ഞാനങ്ങ് പഴുപ്പിക്കും. അപ്പൊ അവറ്റകളുടെ ഒരു കരച്ചിലുണ്ട്. അതാണ് മോനെ എന്റെ ത്രില്ല്. ഇയാളിപ്പോ ഈയിടെയായിട്ട് ഇച്ചിരി ഓവർ ആവുന്നുണ്ടല്ലോ. വെട്ടാലോ? അല്ലേ വേണ്ട. നിനക്കൊക്കെ ഞാൻ വന്നു കഴിയാൻ നേരത്ത് ഒരു പുച്ഛമുണ്ട്. അതുകൊണ്ട് നീയൊക്കെ കുറച്ച് നാളൂടെ കിടന്ന് പുഴുക്ക്. നീയൊക്കെ ചാവുന്നതിന് മുമ്പേ ഞാൻ ചിലപ്പോൾ വരാം, അല്ലെങ്കിൽ വരാതിരിക്കാം. See you soon.